നീ തന്ന സ്ത്രീയോട് ആ മനുഷ്യൻ പറഞ്ഞു. അവൾ എനിക്ക് വൃക്ഷഫലം തന്നു, ഞാൻ ഭക്ഷിച്ചു. അപ്പോൾ ദൈവം സ്ത്രീയോട് ചോദിച്ചു, നീ എന്തു ചെയ്തു? സ്ത്രീ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ ഭക്ഷിച്ചു. ദൈവം സർപ്പത്തോട് പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട് വളർത്തുമൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെയുംകാൾ നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വയറ്റിൽ നീ ഇഴഞ്ഞു നീങ്ങുകയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ പൊടി തിന്നുകയും ചെയ്യും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് അവൻ പറഞ്ഞു, ഞാൻ നിന്റെ പ്രസവവേദനയെ വളരെയധികം വർദ്ധിപ്പിക്കും. വേദനയോടെ നീ കുട്ടികളെ പ്രസവിക്കും. നിന്റെ ഭർത്താവിനെ ഭരിക്കാൻ നീ ആഗ്രഹിക്കും, പക്ഷെ അവൻ നിന്നെ ഭരിക്കും. പിന്നെ അവൻ മനുഷ്യനോട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വാക്കു കേട്ടു ഞാൻ നിന്നോടു കൽപ്പിച്ച വൃക്ഷഫലം തിന്നതുകൊണ്ട് നീ അതിൽ നിന്ന് തിന്നരുത് എന്ന് ഞാൻ നിന്നോടു കൽപ്പിച്ചതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം മുഴുവൻ നീ അതിൽ നിന്ന് കഷ്ടയോടെ ഭക്ഷിക്കും. മുൾച്ചെടികളും പറക്കാരെയും നിനക്കു മുളപ്പിക്കും, പക്ഷേ വയലിലെ സസ്യം നീ തിന്നും. നീ നിലത്തേക്ക് തിരികെ പോകുന്നതുവരെ നിന്റെ മുഖത്തെ വിയർപ്പിൽ നീ അപ്പം ഭക്ഷിക്കും. നിന്നെ ഭൂമിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ പോകും. എല്ലാ ജീവജാലങ്ങളുടെയും മാതാവായതിനാൽ ആദാം തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. ദൈവം മനുഷ്യനും അവന്റെ ഭാര്യയ്ക്കും വേണ്ടി തോൽകൊണ്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. പിന്നെ ദൈവം പറഞ്ഞു, നോക്കൂ, മനുഷ്യർ നന്മതിന്മകളെ അറിഞ്ഞുകൊണ്ട് മനുഷ്യരെപ്പോലെയായി. അവർ തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കാൻ ജീവവൃക്ഷത്തിന്റെ ഫലം എടുക്കരുത്. അതുകൊണ്ട് ദൈവം അവരെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അവൻ മനുഷ്യരെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. തോട്ടത്തിന്റെ കിഴക്കുഭാഗത്ത് അവൻ ചിറകുള്ള ജീവികളെ നിർത്തി, ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ എല്ലാ വഴിക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജ്വലിക്കുന്ന വാളിനെയും നിർത്തി. 1. ദൈവം സൃഷ്ടിച്ച നല്ല പ്രപഞ്ചത്തിനും മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായുണ്ടായ ഭയാനകമായ കുഴപ്പം നിറഞ്ഞ ലോകത്തിനും ഇടയിലുള്ള ചില അതിരുകടന്ന വ്യത്യാസങ്ങൾ വിവരിക്കുക. 2. ധാർമ്മിക വീഴ്ചയ്ക്കും പാപത്തിനും മരണത്തിനുമിടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?